നമസ്തേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു യോഗ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യോഗ സെഷൻ എന്നുള്ളത് നമുക്ക് നിന്നുകൊണ്ടുള്ള കുറച്ച് ആസനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു 20-25 മിനിറ്റോളം ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ സെഷനായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ കിടക്കാം, യോഗയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും മാറ്റെല്ലാം വിരിച്ച് റെഡിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി. അപ്പോൾ ആദ്യം ചെറിയൊരു വാമപ്പ് ചെയ്യാം. അതിനായിട്ട് കൈകൾ പുറകിൽ നിന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് പുറകിൽ നിന്ന് മുകളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ചേർത്ത് താഴത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. റെഡി. 1 2 3 4 5. ഓപ്പോസിറ്റ് ചെയ്യാം. 1 2 3 4 5. കാലുകൾ കുറച്ച് അകറ്റി വയ്ക്കാം, കൈ ഇടുപ്പിൽ വയ്ക്കാം. ഇനി കഴുത്താണ്. തല മുകളിലേക്ക് 1, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് 1, ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക് 2 3 4 5 6 7 8 9 10. ഇനി സൈഡിലേക്ക് 1 2 3 4 5 6 7 8 9 10. ഗുഡ്. അടുത്ത ഹിപ്പ് റൊട്ടേഷനാണ്. അപ്പോൾ കാലുകൾ ഒരു അരക്കെട്ടിൻ്റെ അത് കുറച്ചൊന്ന് അകറ്റി വയ്ക്കുക, കുറച്ചുകൂടെ ഒരു 2 അടി അകറ്റി വയ്ക്കാം. റെഡി. കൈ ഇടുപ്പിൽ വെച്ച് നേരെ നിവർന്ന് നിൽക്കാം. അപ്പോൾ ഇടുപ്പ് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന ശേഷം വലതുഭാഗത്തേക്ക് കൊണ്ടുവരിക. നന്നായി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇടതുഭാഗം കവർ ചെയ്ത് പുറകിലൂടെ റൗണ്ട് ചെയ്യാം. വൈഡായിട്ട് ചെയ്യുക. 1 2 3 4 5. ഓപ്പോസിറ്റ് ചെയ്യാം. 1 2 3 4 5. ഗുഡ്. ഇനി അടുത്തത് ഇരുന്നടിക്കലാണ്, സിറ്റപ്സ് ആണ്. കൈകൾ ചെവിയിൽ പിടിക്കാം, കാലുകൾ കുറച്ച് അകറ്റി വയ്ക്കുക. റെഡി. അപ്പോൾ ഇടുപ്പ് ഒന്ന് പുറകോട്ടാക്കി ബോഡി ഫ്രണ്ടിലേക്ക് വളയാൻ പാടില്ല. നേരെ നിവർത്തി പിടിക്കുക, തല നേരെ വയ്ക്കാം. റെഡി. 1. ഇപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഒരു ഡീപ് ബ്രീത്ത് ചെയ്യാം. ഇനി നമ്മൾ കാൽപാദങ്ങൾ കേട്ടോ കൈ ഇടുപ്പിൽ വെച്ച് ഇങ്ങനെ കുതികാൽ നന്നായി മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്. റെഡി. 2 3 4 5 6 7 8 9 10. ഗുഡ്. അപ്പോൾ നമ്മുടെ ഏകദേശം മേജർ ജോയിൻസിനെല്ലാം ഒരു വാമപ്പ് ആയിട്ടുണ്ട്, ലൂസായിട്ടുണ്ട്. ഇപ്പോൾ ലൂസിന് എക്സസൈസ് കഴിഞ്ഞു. ഇനി അടുത്തിൽ നമുക്ക് ആസനങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ത്രികോണാസന. കാലുകൾ അകറ്റി വയ്ക്കുക, കൈകൾ ഷോൾഡറിന് നേരെ നീട്ടി വയ്ക്കാം, കൈപ്പത്തികൾ ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കട്ടെ. വലത് കാൽ വലത് ഭാഗത്തേക്ക് തിരിച്ച ശേഷം വലത് കൈ വലത് കാൽപാദത്തിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. കൈ നന്നായി നേരെ മുകളിലേക്ക് ഉയർത്തി പിടിക്കുക. കഴുത്തിന് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ സാവധാനം തലതിരിച്ച് മുകളിലേക്ക് നോക്കാം. ഉയർത്തി പിടിച്ച കൈയിൻ്റെ അഗ്രഭാഗത്തേക്ക് നോക്കാനായിട്ട് ശ്രമിക്കാം. ഒരു 10 സെക്കൻഡ്. 5 6 7 8 9 10. സാവധാനം ഉയർന്നു വരാം. കാൽപാദം നേരെ വയ്ക്കാം. ഇനി ഇടത് കാൽപാദം ഇടത്തോട്ട് തിരിച്ച് ഇടത് കൈ ഇടത് കാൽപാദത്തിൽ നിന്ന് പിടിക്കാൻ ശ്രമിക്കും. ബോഡി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഉയർത്തി പിടിച്ച കൈയിൻ്റെ അഗ്രഭാഗത്തേക്ക് നോക്കാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും ഫൈനൽ പോസിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. 4 5 6 7 8 9 10.
ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് ഉയർന്നു വരാം. ഇനി കാൽപാദങ്ങളൊന്ന് നേരെ വെച്ച് കൈ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ അടുത്തത് പരിവൃത ത്രികോണാസന അല്ലെങ്കിൽ വിപരീത ത്രികോണാസന, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കേട്ടോ. അപ്പോൾ വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇടത് കാലിനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും വലത് കാൽപാദം വലത്തോട്ട് തിരിച്ച് ഇടത് കൈപ്പത്തി വലത് കാൽപാദത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇനി തറയിൽ വെക്കണമെങ്കിൽ തറയിൽ പിടിക്കുകയും ചെയ്യാം. കൈ ഉയർത്തി മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്തിങ്. ഇപ്പോൾ കാലുകൾ നേരെ നിവർന്നിരിക്കട്ടെ. ബോഡി കാലിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കട്ടെ. 5, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നേരെ വയ്ക്കാം. ഇനി ഇടത് കാൽപാദം ഇടത്തോട്ട് തിരിക്കാം. വലത് കൈപ്പത്തി വലത് കാൽപാദത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാലിൽ പിടിക്കുകയോ അല്ലെങ്കിൽ തറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് കൈ ഉയർത്തി പിടിച്ച് മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്തിങ്. Five, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് നേരെ നിവർന്നു വരാം. കാൽപാദം നേരെ വെച്ച് കൈകൾ താഴെ ഇടാം. കാലുകൾ ചേർത്തി വയ്ക്കുക. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ. ഒരു ബോട്ടിൽ വേണമെങ്കിൽ അടുത്ത് വെള്ളം വെച്ചോളൂ. ഒരു സിപ്പായിട്ട് ഇടയ്ക്ക് കുടിക്കാം. ഒരുപാട് കുടിക്കരുത്. ഒരു സിപ്പ് കുടിക്കാം. റെഡി. അടുത്തത് വീരഭദ്രാസന. ഓക്കെ, വീരഭദ്രാസനം. വീണ്ടും കാലകറ്റി വെച്ചു. കൈകൾ നീട്ടി വയ്ക്കുക. കൈപ്പത്തികൾ ഭൂമിയിലേക്ക് നോക്കി തിരിച്ചു പിടിക്കുക. വലത് കാൽപാദം വലത്തോട്ട് തിരിച്ച് വലത് കാൽമുട്ട് വളച്ച് നമ്മുടെ ഇടുപ്പിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കലും ബോഡി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ വലത് കാൽപാദം വലത്തോട്ട് തിരിച്ച് വലത് കാൽമുട്ട് വളച്ച് ഇടത് കാലുണ്ടാകും മുട്ട് നിവർന്നിരിക്കട്ടെ. അങ്ങനെ താഴ്ന്നു വരിക. നീട്ടിപ്പിടിച്ച കൈയിൻ്റെ, അതായത് വലത് കൈയിൻ്റെ അഗ്രഭാഗത്തേക്ക് തല സാവധാനം തിരിച്ച് നോക്കാം. തുടകളിലേക്കും ബാക്ക് മസിൽസ് ഷോൾഡറിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാവധാനം മുകളിലേക്ക് ഉയർന്നു വന്ന് തല നേരെ കൊണ്ടുവരാം. കൈകളൊന്ന് താഴെ ഇടാം. ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെല്ലാം മസിൽസിലേക്കൊക്കെയാണ് വർക്ക് കിട്ടുന്നത്, ഏതെല്ലാം ഭാഗങ്ങൾ സ്ട്രെച്ച് ആവേണ്ടതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏതെല്ലാം ശരീരഭാഗങ്ങളിലേക്കാണ് സ്ട്രെച്ച് ആവുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കുക. റെഡി. വീണ്ടും കൈകൾ നീട്ടി പിടിക്കാം ഷോൾഡറിന് നേരെ. ഇടത് കാൽപാദം ഇടത്തോട്ട് തിരിച്ച് ഇടത് കാൽമുട്ട് വളച്ച് നേരെ ഭൂമിയിലേക്ക് താഴ്ന്നു വരാം. ഗുഡ്. സാവധാനം തല തിരിച്ച് ഇടത് കൈ അഗ്രഭാഗത്തേക്ക് നോക്കാം. നോർമൽ ബ്രീത്തിങ്. വീരഭദ്രാസന. ഇത് വീരഭദ്രാസനത്തിൻ്റെ 2 ആണ്, അല്ലെങ്കിൽ ബി. നോർമൽ ബ്രീത്തിങ്. തുടയിലേക്ക് ശ്രദ്ധിക്കുക. 4, 5, 6, 7, 8, 9, 10. സാവധാനം മുകളിലേക്ക് ഉയർന്നു വന്ന് കാൽപാദം നേരെ വെച്ച് തല നേരെ വെച്ച് കൈകൾ താഴെയിട്ട് കാലുകളൊന്ന് ചേർത്ത് വയ്ക്കാം. ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ. നിറച്ച ശ്വാസം എടുത്ത് വായ കൂർപ്പിച്ച് എന്ന് ഊതിക്കളയാം. ഇനി അടുത്തത് നമുക്ക് അശ്വസഞ്ചലനാസന, പാർശ്വകോണാസന, വീരഭദ്രാസനത്തിൻ്റെ എ അല്ലെങ്കിൽ വീരഭദ്രാസന 1 ഒക്കെ ചെയ്യാം. റെഡി. അപ്പോൾ വീണ്ടും കാലുകൾ അയറ്റി വയ്ക്കാം. കാലകറ്റി വെച്ചു. വലത് കാൽപാദം വലത്തോട്ട് തന്നെ തിരിച്ചു. എന്നിട്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് വലത്തോട്ട് തിരിക്കുക. എന്നാൽ തിരിച്ച ശേഷം അവിടെ ഇടത് കാൽപാദം കണ്ടോ ക്രോസിൽ വെച്ചിട്ടുണ്ട്, അല്ല അങ്ങനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക. വലത് കാൽപാദം കറക്റ്റായിട്ട് വലത്തോട്ട് തിരിച്ച് നമ്മുടെ ബോഡിക്ക് നേരെ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി വലത് കാൽ മുട്ട് വളച്ച് ഇടുപ്പ് ഭൂമിയിൽ നേരെ താഴത്തേക്ക് കൊണ്ടുവരിക.
ബോഡി ഫ്രണ്ടിലേക്ക് പോകണ്ട, ബോഡി സ്ട്രൈറ്റ് ആയിട്ട് നോട്ട്. ബാക്കിലത്തെ കാൽ മുട്ട ഒന്ന് സ്റ്റഡിയാക്കി പിടിക്കാൻ ശ്രമിക്കുക. സാവധാനം കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് തൊഴുതു പിടിക്കുകയോ അല്ലെങ്കിൽ കൈകൾ നീട്ടി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയോ ചെയ്യാം. വീരഭദ്രാസന 1 അല്ലെങ്കിൽ വീരഭദ്രാസന A. 1 2 3 4 5 6 7 8 9 10. ഇനി സാവധാനം കൈ താഴത്തേക്ക് കൊണ്ടുവന്ന് താഴെ വയ്ക്കാം. എന്നിട്ട് കാൽപാദം ഒന്ന് തിരിച്ച് കാൽമുട്ട് താഴെ വയ്ക്കാം. പുറകിലത്തെ കാൽപാദം നീട്ടി വെച്ച് ഫ്രണ്ടിലത്തെ കാൽപാദം സ്ട്രൈറ്റ് ആയിട്ട് നോട്ടെ. കാൽപാദം മുതൽ കാൽമുട്ടുള്ള വരെ ഭാഗം സ്ട്രൈറ്റ് ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. കൈ 2 സൈഡിൽ വെച്ചു. ഇടുപ്പൊന്ന് താഴ്ത്തി തല ഉയർത്തി നോക്കാം. നോർമൽ ബ്രീതിങ്. അശ്വസഞ്ചലനാസനം. 1 2 3 4 5 6 7 8 9 10. ഇനി ഇടത് കാൽപാദം വിരലുകൾ കുത്തിവെച്ച് ഒന്ന് ഉയർത്താൻ ശ്രമിക്കാം. ഉയർന്ന ശേഷം ഇടത് കൈ ഒന്ന് പാദത്തിന് നേരെ തലയിൽ വെച്ച ശേഷം വലത് കൈ സാവധാനം വശങ്ങളിലൂടെ ഉയർത്താം. സൈഡിലൂടെ ഉയർത്തി മുകളിലേക്ക് നോക്കാം. നോർമൽ ബ്രീതിങ്. 1 2 3 4 5 6 7 8 9 10. സാവധാനം താഴെ വെച്ച് കാൽപാദം താഴെ വയ്ക്കാം. ഒന്ന് മുകളിലേക്ക് നോക്കാം. കാൽപാദം ഒന്ന് പുറത്തേക്ക് നീട്ടി വയ്ക്കുക. മുകളിലേക്ക് നോക്കി സാധാരണ ശ്വാസം. 1 2 3 4 5 6 7 8 9 10. കാൽപാദം താഴെ വെച്ച് ഉയർത്തി കൈ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്രാവശ്യം വലത് കൈ താഴെ വയ്ക്കുക. കാൽമുട്ട് സ്റ്റഡിയാക്കി വയ്ക്കുക. ഇടത് കൈ മുകളിലേക്ക് ഉയർത്തും. നോർമൽ ബ്രീതിങ്. 1 2 3 4 5 6 7 8 9 10. സാവധാനം കൈ താഴ്ത്തി താഴെ വെച്ചിട്ടുള്ള കൈ ഉയർത്തിക്കൊണ്ടുവരിക. സാവധാനം ഉയർന്നു വന്ന് കാൽപാദം നേരെ വെച്ച് കൈകൾ താഴെയിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ തൈസിനെല്ലാം നല്ല സ്ട്രെച്ച് ആയിട്ടുണ്ടാവും. ഷോൾഡേഴ്സെല്ലാം നല്ല സ്ട്രെച്ച് ആയിട്ടുണ്ടാവും അല്ലേ. ഇവിടെയൊക്കെ ഒരു കടച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടും. റെഡി. അപ്പോൾ നമുക്കിനി ഇടത് ഭാഗം ചെയ്യാം. റെഡി. അപ്പോൾ കാൽ നന്നായി നീട്ടി അകറ്റി വെച്ചിട്ടുണ്ട്. ഇടത് കാൽപാദം ഇടത്തോട്ട് തിരിച്ച് നമ്മുടെ ബോഡി മുഴുവനായിട്ട് ഇടത്തോട്ട് തിരിക്കാം. അപ്പോൾ കാല് അതുപോലെ സ്ട്രൈറ്റേക്ക് വയ്ക്കാൻ ശ്രമിക്കുക. ഇനി ഇടത് കാൽമുട്ട് വളച്ച് നേരെ താഴത്തേക്ക് നന്നായി താഴത്തേക്ക് വരിക. ബാക്കിലത്തെ കാൽമുട്ട് സ്റ്റഡിയാക്കി വയ്ക്കുക. നന്നായി തിരിഞ്ഞിട്ടുണ്ട്. റെഡി. കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി നന്നായിട്ട് തലയ്ക്ക് മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. തൊഴുത് പിടിക്കും ചെയ്യാം കേട്ടോ. കൈകൾ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. നോർമൽ ബ്രീതിങ്. തുടകളിലേക്ക് ശ്രദ്ധിക്കുക. ബാക്ക് മസിൽസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പുറകിലത്തെ കാലിനും ഫ്രണ്ടിലത്തെ കാലിൻ്റെയും തുടകൾ നന്നായിട്ട് ഇങ്ങനെ നന്നായി സ്ട്രെച്ച് ചെയ്ത് ഒരു വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കുക. നോർമൽ ബ്രീതിങ്. 5 6 7 8 9 10. ഇനി സാവധാനം കൈകൾ പതുക്കെ താഴത്തേക്ക് കൊണ്ടുവന്ന് പുറകിലത്തെ കാലൊന്ന് തിരിച്ച് കാൽമുട്ടൊന്ന് താഴെ വെച്ച് ഫ്രണ്ടിലത്തെ കാൽമുട്ട് കാൽപാദം മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗം ഒന്ന് സ്ട്രൈറ്റാക്കി വെച്ച് ബാക്കിലത്തെ കാൽമുട്ടൊന്ന് നീട്ടി വയ്ക്കാം. നീട്ടി വെച്ച് കാൽപാദം ഒന്ന് പുറത്തേക്ക് നീട്ടി വയ്ക്കാം. ഓക്കെ. കൈകൾ താഴെ വെച്ച് ഒന്ന് മുകളിലേക്ക് നോക്കാം. നോർമൽ ബ്രീതിങ്. അശ്വസഞ്ചലനാസന. നോർമൽ ബ്രീതിങ്. 3 4
5, 6, 7, 8, 9, 10. ഇനി പുറകിലത്തെ കാൽ പാദം ഒന്ന് കുത്തിവെക്കാം. കാൽമുട്ടൊന്ന് ഉയർത്താം. വലത് കൈ പാത്തി താഴെ വെച്ച് കാൽമുട്ടൊന്ന് ഉയർത്തി ഇടത് കൈ ഇടതുവശത്ത് കൂടെ ഒന്ന് ഉയർത്തി മുകളിലേക്ക് ഉയർത്തി നോക്കാം. പാർശ്വകോണാസന. നോർമൽ ബ്രീത്തിങ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാവധാനം താഴെ കൊണ്ടുവയ്ക്കാം. വീണ്ടും കാൽമുട്ടൊന്ന് താഴെ വെച്ച് കാൽപാദം നീട്ടി അശ്വസഞ്ചലനാസന. 7, 8, 9, 10. ഇനി കാൽപാദം വീണ്ടും കുത്തിവെച്ച് കാൽമുട്ട് ഉയർത്തി ഇടത് കൈ താഴെ വെച്ച് വലത് കൈ പത്തി മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കാം. നോർമൽ ബ്രീത്തിങ്. 6, 7, 8, 9, 10. സാവധാനം താഴെ വയ്ക്കാം. കാൽമുട്ട് വീണ്ടും താഴെ വെച്ച് മുകളിൽ നോക്കാം. അശ്വസഞ്ചലനാസന. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാൽപാദം താഴെ വെച്ച് കാൽമുട്ട് ഉയർത്തി കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു വരിക. കാൽപാദം നേരെ വയ്ക്കാം. കാലുകൾ ചേർത്തിക്കൊണ്ട് കൈകൾ താഴെയിടാം. റിലാക്സ്. ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. നിറച്ച് ശ്വാസം എടുത്ത് ബ്രീത്ത് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് ഡെയിലി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ മസിൽസിനെല്ലാം നല്ല സ്ട്രെങ്തൻ ആവുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ യോഗ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്തേ.